और वक्फ कानून पास होने के बाद खास करके मुसलमानों में जो गरीब तबके के लोग हैं, महिला हैं, बच्चों हैं, सबके लिए बहुत बड़ा लाभ होने वाला है और देश के लिए भी ये बहुत फायदा वाला कानून है और इसको सब लोग मिलकर के समर्थन करना चाहिए। ഈ ബില്ല് എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെ ഒരു കൃത്യമായ രൂപം വന്നിട്ടില്ല. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പുതിയ ബില്ലാണ് ഇനി വരാൻ പോകുന്നത്. ആ ബില്ലിലെ വിശദാംശങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതേക്കുറിച്ച് കൃത്യമായിട്ട് പ്രതികരിക്കാൻ പറ്റൂ. കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും വഖഫ് ട്രൈബ്യൂണലുകളിലും അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകണമെന്ന നിബന്ധന വെച്ചിരിക്കുകയാണ് പുതിയ ബില്ലിൽ. സഹോദരങ്ങളെ, വിശ്വാസികളാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതെന്നത് ഖുർആനിന്റെ തത്വമാണ്. ആ തത്വത്തിനെതിരാണ് യഥാർത്ഥത്തിൽ പുതിയ ബില്ലിലെ ഇത്തരം പരാമർശങ്ങൾ എന്ന് പറയുന്നത്. നമസ്കാരം. വഖഫ് ബിൽ ബുധനാഴ്ച ലോക്സഭയിലെത്താനിരിക്കെ പ്രതിഷേധം ശക്തമാക്കുന്ന കോൺഗ്രസ് വെട്ടിലായോ? മുനമ്പം വിഷയം ഉയർത്തിക്കാട്ടി കേരളത്തിലെ മുഴുവൻ എംപിമാരും ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന KCBC നിലപാട് BJP ആയുധമാക്കുന്നു. ബില്ലിനെ ഭാഗികമായി പിന്തുണയ്ക്കണമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് എംപിമാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ബില്ലിനെതിരെ വാളെടുക്കും മുൻപേ കോൺഗ്രസ് സ്വയം പ്രതിരോധത്തിലാകുകയാണോ? NDA സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ എതിർപ്പുയർന്നിരിക്കെ കോൺഗ്രസിനകത്ത് ശക്തമാകുന്ന ആശയക്കുഴപ്പം ബില്ലുമായി മുന്നോട്ടു പോകാൻ കേന്ദ്ര സർക്കാരിന് ബലം നൽകുമോ? ലീഗിനും സഭയ്ക്കുമിടയിൽ കോൺഗ്രസ് എന്ത് ചെയ്യും? പരിശോധിക്കുന്നു സ്പെഷ്യൽ ഡിബേറ്റ്. സ്വാഗതം. നമുക്കൊപ്പം ചേരുന്നു പാനലിൽ കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ്, കത്തോലിക്ക സഭയുടെ പ്രതിനിധി ഫാദർ ജോഷി മയ്യാറ്റിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീകുമാർ മനേൽ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദനും ഒപ്പം BJP നേതാവ് അഡ്വക്കേറ്റ് S ജയസൂര്യനും. എല്ലാവർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമൂഹത്തെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുപോകുന്ന ഒരു നിലപാട് സ്വീകരിച്ചു വരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ബുധനാഴ്ച ബില്ല് അവതരിപ്പിക്കാനിരിക്കുന്നു. KCBC ഇതിനകത്തൊരു നിലപാടെടുത്തിരിക്കുന്നു. ലീഗിനെ പിണക്കാതിരിക്കണം, സഭയുടെ ആവശ്യങ്ങൾക്ക് മുഖം തിരിക്കാതെ ഇരിക്കണം. ഏത് തരത്തിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു? ഇനി എങ്ങനെയാണ് ഈ പ്രതിഷേധം ശക്തമാക്കുക? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ്. ഇന്ത്യയിലെ നിയമങ്ങൾ, ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യ രാജ്യത്ത് അമെൻഡ് ചെയ്യുന്ന, മാറ്റം വരുത്തുന്ന ഏതൊരു നിയമത്തിലും അഭിപ്രായം പറയാനുള്ള കഴിവുണ്ട്, കപ്പാസിറ്റിയുണ്ട്. ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഞങ്ങൾ ഈ ബില്ലിനെ കാണും. ഇപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വാളുമായി വരുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ്, BJP ഗവൺമെന്റ് ദീർഘകാലമായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു അജണ്ട, ആ അജണ്ട നടപ്പിലാക്കുന്നതിന് എതിരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട്. അതിന് കേവലം ഏതെങ്കിലും നിലപാടുകൾക്കനുസരിച്ച് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ എന്തായാലും മാറ്റാൻ ഉദ്ദേശിച്ചിട്ടല്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ കണ്ടിട്ടല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഷ്ട്രീയ നിലപാടുകൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതേസമയം എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ഔന്നത്യമായ സമീപനങ്ങളിൽ ഒന്നാണ്. അവിടെ ഭൂരിപക്ഷമില്ല, ന്യൂനപക്ഷമില്ല. എല്ലാവരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, എല്ലാവരെയും പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടിയുടെ നയമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ നയം വഖഫ് ബില്ലിൽ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന 45 ഭേദഗതികളെ JPC-ക്കകത്ത് ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. വരാൻ പോകുന്ന ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന സാഹചര്യം വന്നാൽ ആ ബില്ലിനെ ചർച്ചയിൽ പങ്കെടുത്ത് അതിലെ ഓരോ കാര്യങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കേണ്ട സമയത്ത് നിർദ്ദേശിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും. ഇതിൽ വെട്ടിലാവുകയോ തട്ടിപ്പോവുകയോ ഇതിനകത്ത് കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഇതിൽ 4 കോൺഗ്രസ് എംപിമാർ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ബില്ലിനെ പൂർണ്ണമായിട്ടും എതിർക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട്, ഭാഗികമായിട്ടാണ് എതിർക്കേണ്ടത്, അല്ലെങ്കിൽ ചില വ്യവസ്ഥകൾക്കനുസരിച്ച്. അത് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ പോലും വ്യക്തമാക്കിയിരിക്കുന്ന നിലപാടല്ലേ? അപ്പോൾ പാർട്ടിക്കകത്ത് ആശയക്കുഴപ്പമുണ്ട് ഈ വിഷയത്തിൽ, ഒറ്റ അഭിപ്രായമല്ല എന്നുള്ളത് വ്യക്തമല്ലേ? അപർണയ്ക്ക് എങ്ങനെ അറിയാമെങ്കിൽ ഏതാണ് ആ 4 എംപിമാർ, അവരുടെ പ്രശ്നം എന്താണ് എന്ന് പൊതുവേദിയിൽ അവർ ചർച്ച ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്റെ അറിവിലേക്ക് കൂടി അത് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. അല്ലാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിക്ക് പരിപൂർണമായിട്ടും എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകണ്ട എന്ന് കരുതുന്ന എംപിമാർ കോൺഗ്രസിനകത്തില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണോ ശ്രീ നിജേഷ് അരവിന്ദ്? അല്ല, ആ തരത്തിലുള്ള ഒരു സംസാരത്തിലേക്ക് കേരളത്തിലെ എംപിമാർ, അങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ മുതൽ ശശി തരൂർ വരെ നീണ്ടുകിടക്കുന്ന എംപിമാർ
ആ MP മാർ കേരളത്തിലെ എല്ലാവരെയും റെപ്രസെന്റ് ചെയ്യുന്ന MP മാരാണ്. അവർക്ക് കോൺഗ്രസ് ആണ് അവരെ MP ആക്കിയത്, ജനങ്ങളാണ് അവരെ തെരഞ്ഞെടുത്തത്. കോൺഗ്രസ് ആണ് സ്ഥാനാർത്ഥിയാക്കിയത്, ജനങ്ങളാണ് അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബാധ്യത ജനങ്ങളോടാണ്, അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടുമാണ്. അവർ കേൾക്കാൻ ഏത് സംഘടന അഭിപ്രായം പറഞ്ഞാലും കോൺഗ്രസിനോട് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞാലും അത് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കോൺഗ്രസ് ഇന്നത് ചെയ്യണം എന്ന് ആരെങ്കിലും ആജ്ഞാപിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അതിനെ സ്നേഹപൂർവ്വം അതിനോട് ഒന്നുകൂടെ ക്ലിയർ ആവാനാണ്. ബുധനാഴ്ച മണിക്കൂറുകളാണ്, ബുധനാഴ്ച ഈ ബില്ല് പാർലമെന്റിൽ എത്തുമ്പോൾ ഒറ്റക്കെട്ടായി കോൺഗ്രസ് ബില്ലിനെ എതിർക്കും, അതാണ് പറയുന്നത്. അതാണ് കേന്ദ്ര നേതൃത്വ നിലപാട്. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയക്കുഴപ്പം എവിടെയും ഉണ്ടാവില്ല. KCBCയുടെ ഈ ആവശ്യം അതൊരു സമ്മർദ്ദമായിട്ട് കോൺഗ്രസ് എടുക്കുന്നുമില്ല, അതാണ് ഫൈനൽ. ഈ വഖഫ് ബില്ല്, പുതിയ ബില്ലിനെതിരെ കോൺഗ്രസിന് വ്യക്തമായ നയമുണ്ട്. ഭേദഗതികൾ കോൺഗ്രസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. മാറിയ സാഹചര്യത്തിൽ ഇതിന് സ്വീകാര്യമല്ലാത്ത ഓരോ പാർട്ടിനെയും ഐക്യകണ്ഠേന ഒറ്റക്കെട്ടായി എതിർക്കേണ്ടിടത്ത് എതിർക്കും. അതാണ് കോൺഗ്രസിന്റെ നയം. ഓക്കെ, ഞാൻ തിരികെ എത്താം. ഫാദർ ജോഷി മയ്യാറ്റിൽ, കത്തോലിക്ക സഭയുടെ പ്രതിനിധി. ഫാദർ ജോഷി മയ്യാറ്റിൽ, കോൺഗ്രസ് KCBC പറഞ്ഞിരിക്കുന്നത് അംഗീകരിക്കുന്നു എന്നാണോ, അത് തള്ളിക്കളയുന്നു എന്നാണോ, കോൺഗ്രസിനകത്ത് ഇത് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടെന്നാണോ? ഇത് ഏത് തരത്തിലുള്ള ഒരു ഫീഡ്ബാക്കാണ് സഭയ്ക്ക് കിട്ടുന്നത്? നോക്കുക, ഇത് അങ്ങനെ ഒരു ഫീഡ്ബാക്കിൻ്റെ വിഷയം തൽക്കാലം ഉദിക്കുന്നില്ല. നമ്മൾ തീർച്ചയായിട്ടും ഒബ്സർവ് ചെയ്യുകയാണ്, വീക്ഷിക്കുകയാണ്. നമ്മൾ ഉന്നയിച്ച വിഷയം വളരെ വ്യക്തമാണ്. KCBC ഈ വിഷയം വളരെ ഗൗരവമായി പഠിച്ചു, സുചിന്തിതമായ കൃത്യമായ ഒരു ആവശ്യമാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. നിങ്ങൾ ആ വരികൾ കൃത്യമായിട്ട് വായിച്ചു നോക്കൂ. മുനമ്പം ജനത നമ്മുടെ കൺമുൻപിൽ ഉള്ളതാണ്. ഈ ജനത ഇങ്ങനെയായിരിക്കുന്നത് വഖഫ് നിയമം മൂലമാണെന്ന് ഏതു കുഞ്ഞിന് പോലും അറിയാം. നിലവിലുള്ള വഖഫ് നിയമം സർക്കാർ 1995 സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമം ഉപയോഗിച്ചാണ് വഖഫ് ബോർഡ് ഈ ഒരു ഭൂമി 610ഓളം കുടുംബങ്ങൾ ഇപ്പോൾ റവന്യൂ തടങ്കലിൽ കഴിഞ്ഞ 3 വർഷമായി കഴിയുന്ന ഈ അവസ്ഥയിൽ ആയത് വഖഫ് ബോർഡ് വഖഫ് നിയമം ഉപയോഗിച്ച് ചെയ്ത കാര്യം കൊണ്ടാണ്. 2009 അത് ഓർഡർ ഇട്ടു വഖഫ് നിയമപ്രകാരം. 2019 അത് രജിസ്ട്രിയിലേക്ക് എഴുതിയെടുത്തു വഖഫ് നിയമപ്രകാരം. 2022 റവന്യൂ അവകാശങ്ങളെല്ലാം തടയപ്പെട്ടു വഖഫ് നിയമപ്രകാരം. അപ്പോൾ KCBC എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത്? മുനമ്പത്തെ ജനത്തിൻ്റെ പ്രശ്നങ്ങൾ, അത് അവരുടെ ന്യായമായ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് വഖഫ് ബോർഡ്. അതിന് സപ്പോർട്ടീവായിട്ടുള്ള നിയമങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ആ നിയമങ്ങൾ ഏതൊക്കെയാണോ മുനമ്പത്തെ ജനത്തിന് തടസ്സമായി, അവരുടെ സ്വസ്ഥമായ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന നിയമങ്ങൾ ഏതൊക്കെയാണോ ആ നിയമങ്ങൾ അത് ഭേദഗതി ചെയ്യാൻ എല്ലാ MP-മാരും സഹകരിക്കണം എന്നാണ് KCBC പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ വളരെ വ്യക്തമായി CBCIയുടെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ സകല ക്രൈസ്തവരുടെയും കൂടെയുള്ള അല്ലെങ്കിൽ കത്തോലിക്കരുടെയും ഏറ്റവും ഒഫീഷ്യലായിട്ടുള്ള ബോഡിയായ ഇന്ത്യയിലെ മെത്രാന്മാരുടെ സമിതി CBCI ഇറക്കിയിട്ടുണ്ട്. ഇതൊന്നും കോൺഗ്രസ്സിന് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ അറിയാം, എല്ലാവരും വീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ജനത്തിൻ്റെ പൗരന്മാരുടെ പ്രശ്നങ്ങളെ കോൺഗ്രസ്സായി കൊണ്ടുവന്ന ഒരു നിയമത്തിലൂടെ ഉണ്ടായിട്ടുള്ള അൺകോൺസ്റ്റിറ്റ്യൂഷണലായ ഒരവസ്ഥ, മതേതരത്വ വിരുദ്ധമായ ഒരവസ്ഥ, ജനാധിപത്യ വിരുദ്ധമായ ഒരവസ്ഥ, അതിനെ ഭേദഗതി ചെയ്യാൻ ഒരു ബില്ലുമായി ഓഗസ്റ്റ് 8-നാണ് BJP സർക്കാർ വന്നതെന്ന് ഓർക്കണം. 8 മാസം ഉണ്ടായിരുന്നു, 8 മാസം. ഈ 8 മാസത്തിനിടയിൽ മുനമ്പത്തെ ജനവും
ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യമായിരുന്നു, ഒരു ബദൽ ഭേദഗതി രേഖ തയ്യാറാക്കൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ BJP സർക്കാർ കൊണ്ടുവന്ന ആ നിയമം അതുപോലെ അംഗീകരിക്കുമെന്ന് ഒരാളിവിടെ പറഞ്ഞിട്ടില്ല. ഇത്രയും നാൾ 8 മാസമുണ്ടായിട്ട് ഇവിടെ ഒരു പബ്ലിക് ചർച്ചയ്ക്ക്, ഗൗരവമായ ഒരു ചർച്ചയിലേക്ക് ഈ വിഷയം കൊണ്ടുവരാൻ, വഖഫ് നിയമത്തെ പഠിക്കാൻ കോൺഗ്രസോ CPM-ഓ മറ്റ് കേരളത്തിലുള്ള ഏതെങ്കിലും പാർട്ടിയോ മുന്നോട്ട് വന്നോ? എന്തുകൊണ്ടാണ്? തൊട്ടു മുൻപിൽ അനുഭവം 610 കുടുംബങ്ങൾ ഇതുപോലെ കിടക്കുകയാണ്. അതിനിടക്ക് നിയമസഭയിൽ എന്തെല്ലാം സർക്കസുകൾ നടന്നു. അപ്പോൾ തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു ശൈലി ഇവിടെയുള്ള പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്നു. അൺകോൺസ്റ്റിറ്റ്യൂഷണലായ നിയമങ്ങളെ അത് കൃത്യമായി ഫാദർ ജോഷി മയ്യാറ്റിൽ, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു വിഷയം നടക്കുന്നു എന്നുള്ളത് മാത്രമാണോ കാര്യം? ഈ ഇത്രയ്ക്കും കൂലങ്കഷമായിട്ട് ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും വിമർശിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ MP-മാരോട് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പക്ഷം പിടിച്ചുകൊണ്ട് സ്വീകരിക്കണം നിലപാടെന്നൊക്കെ പറയുന്നിടത്ത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മറ്റ് ആശങ്കകൾ കൂടി അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടോ? അതുകൂടിയാണോ സഭയുടെ വിഷയം? നോക്കൂ, ഇവിടെ KCBC ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ മുനമ്പം വിഷയത്തെ മാത്രം ഫോക്കസ് ചെയ്താണ്. നിങ്ങളത് വായിച്ചാൽ മനസ്സിലാവും. ഞാൻ KCBCയുടെ പത്രക്കുറിപ്പ് ഞാൻ വായിക്കുകയാണ്. വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഭരണഘടന അനുസൃതമല്ലാത്തതും അന്യായവുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിന് അനുകൂലമായി ജനപ്രതിനിധികൾ വോട്ട് ചെയ്യണം. അതാണ് ആദ്യത്തെ പാരഗ്രാഫിലുള്ളത്. രണ്ടാമത്തത് എന്താ? മുനമ്പത്തെ ജനങ്ങൾ നിയമാനുസൃതമായി കൈവശം വെച്ച് അനുഭവിച്ചു വന്ന ഭൂമിയിന്മേലുള്ള റവന്യൂ അവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത വണ്ണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന അന്യായമായ അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന വകുപ്പുകൾ ഭേദഗതി ചെയ്യപ്പെടുക തന്നെ വേണം. മുനമ്പങ്കാർക്ക് ഭൂമി വിറ്റ ഫാറൂഖ് കോളേജ് തന്നെ പ്രസ്തുത ഭൂമി ദാനമായി ലഭിച്ചതാണെന്ന് ഉറപ്പു പറഞ്ഞിരിക്കെ എതിർവാദം ഉന്നയിക്കത്തക്ക വിധമുള്ള വകുപ്പുകൾ വഖഫ് നിയമത്തിലുള്ളത് ഭേദഗതി ചെയ്യാൻ ജനപ്രതിനിധികൾ സഹകരിക്കണം. ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. വളരെ സ്പെസിഫിക്കായി, വളരെ കൃത്യമായി നമ്മുടെ കൺമുമ്പിലുള്ള ആ പ്രശ്നത്തെ അത് നിയമം മൂലമാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് KCBC അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനോട് ആർക്കാണ് എതിർപ്പ് ഉണ്ടാകാൻ ഇടയുള്ളത്? ഒരു ജനാധിപത്യ മനസ്സുള്ള മനുഷ്യർക്ക്, പൗരന്മാർക്ക്, പാർട്ടികൾക്ക് ഒന്നും എതിർപ്പുണ്ടാകാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. UDF-നെ ഇതൊരു പ്രതിസന്ധിയിലാക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. KCBC ലീഗ് എടുക്കുന്ന നിലപാടുമായിട്ട്, ലീഗ് ഇതിൽ ചർച്ച നടത്താം KCBC-യുമായിട്ട് എന്നുള്ളൊരു കാര്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനെ ഏത് തരത്തിൽ കാണുന്നു? അങ്ങനെ ഒരു സമവായം, ഒരു സമന്വയം, ഇങ്ങനെ ഒരു സർക്കുലറിന് മുൻപ് തന്നെ ഒരുപക്ഷെ അത്തരമൊരു ഇനിഷ്യേറ്റീവ് ഒക്കെ സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമൊക്കെ ചോദിക്കുന്നവരില്ലേ? നോക്കൂ, എത്ര നാൾ കാത്തിരിക്കണം? നിങ്ങളൊന്ന് പറയൂ, അപർണ ഒന്ന് പറയൂ, എത്ര നാൾ കാത്തിരിക്കണം? 3 വർഷമായോ ആ ജനം റവന്യൂ തടങ്കലിലായിട്ട്? 1989 മുതൽ 1991 വരെ ഉള്ള കാലഘട്ടത്തിൽ പണം കൊടുത്ത് വാങ്ങി പോക്കുവരവ് ചെയ്ത് ആധാരത്തോടുകൂടി ടാക്സ് അടച്ച് ജീവിക്കുന്ന 35-36 വർഷമായി ജീവിക്കുന്ന മനുഷ്യരുടെ കാര്യമാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. അവിടേക്കാണ് ഒരു നിയമത്തിൻ്റെ പേരിൽ, ആ നിയമത്തിൻ്റെ പേരിൽ ഒരു വഖഫ് ബോർഡ് വന്ന് വലിയൊരു അധീശത്വം, ഒരു അധിനിവേശം നടത്തി അവരെ 3 വർഷമായി തടങ്കലിലാക്കിയിരിക്കുന്നത്. അവരുടെ ജീവിതം എന്തൊരു കഷ്ടതയിലാണ്, ദുരിതത്തിലാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്രയും നാള് ഈ UDF എവിടെയായിരുന്നു? ഇത്രയും നാള് ഈ LDF എവിടെയായിരുന്നു? ഇത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞവർ എന്തുകൊണ്ടാണ് അതിനുവേണ്ടി ശക്തമായ ഒരു പ്രതിഷേധമോ ശക്തമായൊരു നീക്കമോ ഇവിടെ നടത്താൻ അവർക്ക് കഴിയാതെ പോയത്? ഇവർ തന്നെയാണല്ലോ 2022 ഡിസംബർ 12 തീയതി ചോദ്യങ്ങൾ ഉന്നയിച്ച് നിയമസഭയിൽ വഖഫ് ഭൂമിയിൽ കയ്യേറ്റക്കാരുണ്ട്, അവരെ പുറത്തിറക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ, UDF ചോദിച്ചപ്പോൾ LDF എന്താ പറഞ്ഞ മറുപടി കൊടുത്തത്? എന്താ? തീർച്ചയായിട്ടും പുറത്തിറക്കിയിരിക്കുമെന്നല്ലേ. പിന്നെ ഇപ്പൊ പറയുന്നത് ചങ്കിലെ ചോരയുള്ളിടത്തോളം കാലം ആരെയും ഇവിടുന്ന് കുടിയൊഴിപ്പിക്കാൻ അനുവദിക്കില്ല എന്നത്രേ.
എന്തൊരു വാചകമടിയാണിത്? ജനം സമരമിരുന്ന് ഇപ്പോൾ 6 മാസം സമരമിരിക്കുകയാണവര്. 170 ദിവസമാകുന്നു ആ ജനത്തിന്റെ സഹന സമരം. ആ സമരത്തിന് മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? മുനമ്പത്തെ ഒരു കൊച്ചു പ്രദേശത്തെ ഒരു വിഷയം മാത്രമായിട്ട് UDF-നോ LDF-നോ ഇതിനെ കാണാൻ കഴിയുമോ? അതുകൊണ്ട് ഗൗരവമായി ചിന്തിക്കേണ്ടത് ആരാണ്? രാഷ്ട്രീയമായ ബുദ്ധിയുണ്ടെങ്കിൽ UDF-ഉം LDF-ഉം ഗൗരവമായി ചിന്തിക്കുകയും ഈ ഭേദഗതിക്ക് വേണ്ടി, അത് എല്ലാം എന്ന് പറയുന്നില്ലല്ലോ, നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്, ഇതിൽ നിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത ഏതൊക്കെയാണ്, പബ്ലിക്കിന് മുന്നിലേക്ക് നിങ്ങൾ പറയ്. ഒരു ബദൽ ഭേദഗതി രേഖ മുന്നോട്ട് നിങ്ങൾ കൊണ്ടുവര്. എത്ര മാസമായി നോക്കൂ, ന്യൂസ് 18-ൽ തന്നെ ഇക്കാര്യം 6 മാസം മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഈ പാർട്ടികളുടെ ഒക്കെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരു സാറ് അന്ന് ചർച്ചയിൽ ഉണ്ടായിരുന്ന ആളെ ഇത് തന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 സാർമാര് ചർച്ചയിൽ ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് പറഞ്ഞത്, ബദൽ ഭേദഗതി രേഖ കൊണ്ടുവരൂ. ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾ പറയുമായിരുന്നു, കൊണ്ടുവരുമായിരുന്നു, ഇന്ന സംഗതികൾ, ഇത് ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ്, ഇന്ന സംഗതികൾ അത് മാറ്റാവുന്നതാണ്, അത് മാറ്റേണ്ടത് ഇങ്ങനെയാണ്. ഇതല്ലേ ഒരു സുതാര്യതയുള്ള രാഷ്ട്രീയം? പിന്നെ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ ജനത്തെ മുഴുവൻ ചവിട്ടി മെതിക്കാൻ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഭരണഘടനയ്ക്ക് മുകളിലേക്ക് ഒരു നിയമത്തിന്, ഒരു മത നിയമത്തിന് സ്ഥാനം കൊടുക്കാമെന്നാണോ ഉദ്ദേശിക്കുന്നത്? അതിനെ ചെറുത്തിരിക്കും, ഒരു സംശയവും വേണ്ട. ആ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അത് സുവ്യക്തമാണ്. BJP നേതാവ് അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, ഇന്ത്യയുടെ ഘടകകക്ഷികളടക്കം ഇതിൽ ഇപ്പോൾ വേണ്ട ഈ ഭേദഗതി ബില്ല് എന്നുള്ളൊരു നിലപാടെടുത്തിട്ടുള്ളതായിട്ട്, പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ കഴിയട്ടെ, അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ബുധനാഴ്ച ഈ ബില്ല് വരികയാണ്. ഈ സഭ KCBC അടക്കം വ്യക്തമാക്കിയിരിക്കുന്ന ഈ നിലപാട് ഒരു രാഷ്ട്രീയ പിൻബലമായിട്ട് BJP കാണുകയാണ് ഈ സമയത്ത് എന്നാണോ? കോൺഗ്രസിന് നിങ്ങൾക്കെതിരായി ശക്തമായിട്ട് പ്രതിരോധിക്കാൻ കഴിയുകയില്ല എന്നുകൂടി കണക്കുകൂട്ടുന്നുണ്ടോ ഈ സമയത്ത്? അല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും കണക്ക് കൂട്ടാനല്ല ഈ വിഷയത്തെ എടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നടക്കുന്ന ഏത് തെരഞ്ഞെടുപ്പും വന്നോട്ടെ, നടന്നോട്ടെ, ആര് വേണമെങ്കിൽ ജയിക്കട്ടെ, തോക്കട്ടെ, ഇത് അതിനേക്കാൾ വലിയ വിഷയമാണ്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിനെയോ 2-3 സീറ്റിന്റെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഭരണത്തെയോ മാത്രം കണ്ടുകൊണ്ട് എടുത്ത നിലപാടല്ലല്ലോ ഇത്. ദീർഘകാലമായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾ നമ്മുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അനുഭവിച്ചു വരുന്ന അറുതിയില്ലാത്ത ഒരു വലിയ ദുരിതം, അത് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലത്ത് തുടങ്ങിയ പ്രക്രിയയാണിത്. പക്ഷെ കോൺഗ്രസിന് ധൈര്യമുണ്ടായില്ല ഒരു ബില്ല് കൊണ്ടുവരാൻ. ഇതുപോലെ ഒരു നിയമം അമെൻഡ് ചെയ്യാനായിട്ട് കോൺഗ്രസിന് ധൈര്യം ഉണ്ടായില്ല. BJPക്ക് ആ ധൈര്യമുള്ളത് കൊണ്ട് BJP അത് മുന്നോട്ട് വെച്ചു. അവിടെ ഏത് തെരഞ്ഞെടുപ്പ് വരുന്നു പോകുന്നു എന്നുള്ളത് BJPയെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. കിരൺ റിജിജു ഇപ്പോൾ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇത് ഉടൻ തന്നെ പാർലമെന്റിൽ എത്തും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ ശ്രീ ഫാദർ ജോഷി മയ്യാറ്റിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ശരിക്കും അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത്. നിങ്ങൾക്ക്, കോൺഗ്രസിനോട് നമുക്ക് ചോദിക്കാനുള്ള ഇതാണ്, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ നിലപാടുണ്ട് എങ്കിൽ ആ നിലപാട് പറയാൻ ധൈര്യമുണ്ടോ? അപ്പോൾ ഏതൊക്കെ നിർദ്ദേശങ്ങൾ ഇതിനെതിരായിട്ട് നിങ്ങൾക്ക് വെക്കാനുണ്ടെങ്കിൽ ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇന്ന കാര്യങ്ങളിൽ ഞങ്ങൾ ബില്ലിനെ എതിർക്കുന്നു, ഇന്ന പോയിന്റിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ഞങ്ങളായിരുന്നെങ്കിൽ ഈ ബില്ലിനെ ഈ രീതിയിൽ അവതരിപ്പിക്കുമായിരുന്നു എന്ന് പറയാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അപ്പൊ കോൺഗ്രസിനെ ഇതിനെ സംബന്ധിച്ചിടത്തോളം അറിവില്ലാത്തത് കൊണ്ടല്ല, കാരണം ഈ ഒരു അമെന്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ഇത് ആരംഭിച്ചു വെച്ചത് കോൺഗ്രസിന്റെ കാലത്താണ്. അതാണ് പിന്നീട് BJPയുടെ കാലത്ത് വന്നപ്പോൾ നടപ്പാക്കാൻ വേണ്ടി കയ്യിലെടുത്തതും ഇപ്പോൾ ഈ രീതിയിൽ JPC-യിൽ എത്തിയതും അതിനുശേഷം ഇപ്പോൾ പാർലമെന്റിൽ വരാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ചോദ്യം അതല്ലല്ലോ, കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയുമോ? ഇപ്പോൾ KCBC-യും CBCIയും മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളോട് പ്രതികരിക്കാത്തത് എന്തുകൊണ്ട്? ഈ KCBC-യും CBCI എന്നൊക്കെ പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുനമ്പത്ത് മാത്രമല്ലല്ലോ, കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ശക്തമായ പിന്തുണ നേടി അധികാരത്തിലെത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അല്ലെന്ന് പറയാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ? അപ്പോൾ ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ മറുപടി പറയാൻ ബാധ്യതയുണ്ട്. കാരണം ഇന്ന് ക്രൈസ്തവ സമൂഹം വലിയ ക്രൈസിസിലാണ്. മുനമ്പം വിഷയം അതിന്റെ ഉദാഹരണം മാത്രമാണ്.
ഇതിപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന്റെ മാത്രം ഒരു വിഷയമായിട്ട് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. മലപ്പുറം വേങ്ങരയിലെ കുന്നുംപുറം അറക്കൽ തമ്പുരാട്ടി ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ ഇപ്പോൾ ആ സ്വത്തിൽ മസ്ജിദും അവിടെ മോസ്കും മദ്രസയും എല്ലാം ഉണ്ട്. 30 വർഷമായിട്ട് കോടതി കിടക്കുകയാണ്. കോടതി പറയുന്നത് ഞങ്ങൾക്ക് തൊടാൻ പറ്റില്ല, ഞങ്ങളുടെ മുകളിലാണ് ഈ വിഷയം. അപ്പോ ഹിന്ദുക്കൾക്കും പ്രശ്നമുണ്ട്, ക്രിസ്ത്യാനിക്കും പ്രശ്നമുണ്ട്, ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് മുസ്ലിമിനാണ്. അപ്പൊ മുസ്ലിങ്ങൾ വഖഫ് സ്വത്തിനെതിരെ കൊടുത്തിരിക്കുന്ന അത്രയും കേസുകൾ മറ്റാരും കൊടുത്തിട്ടില്ല. അങ്ങനെ ഈ സംസ്ഥാനത്തിനകത്തും പുറത്തും രാജ്യമെമ്പാടും ഈ പ്രശ്നം ഇങ്ങനെ നീറിപ്പോകുമ്പോൾ പരിഹാരം വേണ്ടേ? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലെ വലിയ പാർട്ടിയാണ് എന്ന് പറയുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, വലിയ പാർട്ടി തന്നെയാണ്. എന്നാൽ നിലപാടില്ലാത്തത് എന്തുകൊണ്ട്? കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ട്? അത് പാർലമെന്റിൽ വരുമ്പോൾ അപ്പോൾ അവിടെ ചർച്ചയിൽ പറഞ്ഞുകൊള്ളാം എന്നൊക്കെ ആണ് പറയുന്നതെങ്കിൽ അവിടെ പറയാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. ഷബാനു കേസും അയോധ്യ കേസും ഒക്കെ വന്നപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാടെന്തായിരുന്നു? അവിടെ സംഘടിത മുസ്ലിം വോട്ടിന്റെ മുമ്പിൽ ബാക്കി എല്ലാവരെയും മറന്നു. ആ പ്രീണനമാണ് കോൺഗ്രസിനെ ഇപ്പോൾ ഈ നിലയിലെത്തിച്ചത്. വീണ്ടും അതേ പ്രീണനത്തിന്റെ പാതയിലേക്ക് കോൺഗ്രസ് പോകുന്ന ലക്ഷണമാണ് ഇവിടെ കാണുന്നത്. കാരണം പറഞ്ഞ വാക്കുകൾ വിഴുങ്ങിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ സ്വരം കടുപ്പിക്കുമ്പോൾ പെട്ടെന്ന് മാറുന്ന നയമായി കോൺഗ്രസ് മാറുകയാണ്. അങ്ങനെ മാറുന്ന എന്തുകൊണ്ട്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ടിനേക്കാൾ വലിയ വോട്ട് ബാങ്ക് മുസ്ലിം വോട്ട് ബാങ്ക് ആണെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിനെയും KCBCയെയും CBCയെയും തള്ളിക്കളഞ്ഞിട്ട് മുസ്ലിം സമൂഹത്തോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനമല്ലേ കോൺഗ്രസിന്റെ? ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ, അപ്പൊ ഈ വിഷയം വഖഫോ മുനമ്പമോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ കോൺഗ്രസും ലീഗും തമ്മിൽ ഒരു ഭിന്നത ഉണ്ടാക്കട്ടെ KCBC നിലപാട് എന്നുകൂടി പൊളിറ്റിക്കലി BJP കാണുന്നുണ്ട്. അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടി ഇതിന്റെ ഇടയിലൂടെ അല്ലേ? BJPക്ക് അതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ചെന്ന് നിൽക്കുന്ന അവസ്ഥ ഇതാണ്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കക്ഷത്തിലിരിക്കുന്ന മുസ്ലിം വോട്ട് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്ന ക്രിസ്ത്യൻ വോട്ട് എടുക്കുകയും വേണം. ഇത് രണ്ടും കൂടി എങ്ങനെ ചെയ്യാമെന്നുള്ള അഭ്യാസമാണ് ഇപ്പൊ കോൺഗ്രസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പച്ച മലയാളത്തിന്റെ പേരാണ് നയമില്ലായ്മ എന്ന് പറയുന്നത്. കൃത്യമായ നയം പ്രഖ്യാപിക്കൂ. ന്യൂനപക്ഷങ്ങളോടൊപ്പമാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളോടൊപ്പമല്ല, മുസ്ലിം ന്യൂനപക്ഷങ്ങളോടൊപ്പം മാത്രമാണ്. കോൺഗ്രസിന്റെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ്. ഇതല്ലേ ഇപ്പൊ ഫലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ അതിൽ ക്രിസ്ത്യാനികൾ ഉണ്ടോ? KCBC പറയുന്നതിന് വിലയുണ്ടോ? CBCI പറയുന്നതിന് വിലയുണ്ടോ? മുനമ്പത്തെ 600-ൽ പരം കുടുംബാംഗങ്ങളുടെ വേദനയ്ക്ക് വിലയുണ്ടോ? ഈ ചോദ്യമാണല്ലോ ജോഷി മയ്യാറ്റിലും ചോദിക്കുന്നത്. മുനമ്പത്തെ വിഷയത്തിൽ ചോദിക്കുമ്പോൾ അതിനെന്തുകൊണ്ട് കോൺഗ്രസിന് മറുപടിയില്ല? അപ്പോൾ കൃത്യമായ മറുപടി പോലും കൊടുക്കാത്ത കോൺഗ്രസ് പിന്നെ പാർലമെന്റിൽ പോയി എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധിയുടെ സംസ്ഥാനമാണ്. പ്രിയങ്ക ഗാന്ധി ഇവിടെ നിന്ന് ജയിച്ചു പോയ വ്യക്തിയാണ്, ഇവിടുത്തെ MP ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ആ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുമെങ്കിൽ തന്റെ ഇടമായിട്ട് പറയൂ, ഞങ്ങൾ നിങ്ങളോടൊപ്പം, മുനമ്പത്തെ ജനതയോടൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് ധൈര്യമായി പറയൂ. അത് പറയണമെന്നാണ് KCBCയും CBCയെയും കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവരും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഞാൻ തിരികെ എത്താം ശ്രീ ജയസൂര്യൻ. എന്നാൽ ഇതിനകത്ത് BJPയുടെ നിലപാട് കൂടി അതിനകത്ത് സുവ്യക്തമാണ്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഏത് തരത്തിൽ കാണുന്നു, രാഷ്ട്രീയ നിരീക്ഷകർ ഏത് തരത്തിൽ കാണുന്നു. ചെറിയ ഇടവേള അത്യാവശ്യമായതുകൊണ്ടാണ് അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദനും ശ്രീകുമാർ മണ്ണിലും നമുക്കൊപ്പമുണ്ട്. വളരെ പെട്ടെന്ന് അവർ രണ്ടുപേരിലേക്കും വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സ്പെഷ്യൽ ഡിബേറ്റ് തുടരുമ്പോൾ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഇടതുപക്ഷം കൃത്യമായി ഇതിനകത്ത് പ്രതിരോധത്തിലാണ്. അത് ഹൈക്കോടതിയിൽ നിന്ന് പോലും വലിയ ഒരു തിരിച്ചടിയൊക്കെ ഉണ്ടായി. ഇത് ഏത് തരത്തിൽ സൊല്യൂഷൻ ഉണ്ടാക്കണമെന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് KCBCയുടെ ഒരു നിലപാടിന് മുന്നിൽ പ്രതിരോധത്തിലാക്കുന്നത് ദേശീയ തലത്തിൽ കൂടിയാണ്. ഒരു പക്ഷേ ഒരു അധികാരം കൈകടത്തൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സമ്മർദ്ദത്തിലേക്ക് KCBC കടന്നിരിക്കുകയാണ് എന്ന് ഇടതുപക്ഷം കരുതുന്നുണ്ടോ? ഇടതുപക്ഷത്തിനും മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും ദേശീയ തലത്തിൽ ഒരേ നിലപാടാണ്. അത് കോൺഗ്രസും അക്കാര്യത്തിൽ ഇടതുപക്ഷവുമായിട്ട് സഹകരിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ദേശീയ തലത്തിൽ ഞങ്ങളുടെ കാഴ്ചപ്പാട് ഭാരതത്തിന്റെ മതേതര ജനാധിപത്യ സങ്കല്പങ്ങളെ അല്ലെങ്കിൽ വിശ്വാസങ്ങളെ താർക്കത്തക്ക രീതിയിൽ ഒന്നിനും ഇടതുപക്ഷവും നിൽക്കത്തില്ല, കോൺഗ്രസും നിൽക്കത്തില്ല എന്നാണ് ഒരു വിശ്വാസം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഭാരതീയ ജനതാ പാർട്ടി എന്നും അവരുടെ ഒരു വർഗീയ അജണ്ടയുണ്ട്.
ആ വർഗീയ അജണ്ട കൊണ്ടുവന്ന് ഭാരതത്തിലെ മതന്യൂനപക്ഷങ്ങളെയും മതഭൂരിപക്ഷത്തെയും ഒക്കെ തമ്മിലടുപ്പിച്ച് ഒരു ഹൈന്ദവ മെജോറിറ്റിയിലൂടെ ഭാരതത്തിന്റെ അധികാരം ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് പോലെ മറ്റ് സംസ്ഥാനങ്ങളിലും അധികാരം പിടിച്ചടക്കുകയും തുടർന്ന് നിലനിർത്താനുള്ള രാഷ്ട്രീയ ദുരുദ്ദേശം മാത്രമാണ് BJPക്കുള്ളത്. അല്ലാതെ ഈ വഖഫ് നിയമം ഒന്ന് അമെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ മറ്റു സമുദായക്കാരെ സന്തോഷിപ്പിക്കാമെന്നൊന്നും BJPക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമായ മതപരമായ ലക്ഷ്യമല്ല. അവർക്ക് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും കുറച്ച് വോട്ടുകൂടെ കൊണ്ടുവരിക. പിന്നെ ഈ ആക്ട് ഇത് കോൺഗ്രസ് കൊണ്ടുവന്ന ആക്ട് അല്ല ഇത് 1913 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആക്ട് 1954 അത് സാധൂകരിക്കുകയും 95 അമെൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിനകത്ത് ചില കാര്യങ്ങൾ ഞാൻ തർക്കമില്ല, ചില കാര്യങ്ങൾ അതിനകത്ത് ദോഷകരമായി ചില സമുദായങ്ങളെ ഹിന്ദുക്കളെ ഉൾപ്പെടെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീ ജയസൂര്യ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള കേസുകൾ എന്ന് പറയുന്ന 1008 കേസുകളാണ് കേരളത്തിൽ വഖഫായിട്ടുള്ളത്. അതിൽ 551 കേസുകൾ മുസ്ലിം സമുദായമായിട്ട് തന്നെയുള്ളതാണ്, മറ്റുള്ളവരുമായിട്ട് കുറവാണ്. ഇപ്പൊ ഇന്ത്യ മൊത്തത്തിലെടുത്താൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള അവരത് പറയുന്നതാണ്, ശരിയാണ്, ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വഖഫ് ബോർഡാണ്, ഇന്ത്യയിലുള്ള വഖഫ് ബോർഡാണ്. പക്ഷെ അമെൻമെന്റ് കൊണ്ടുവരുമ്പോൾ ഒരു മതന്യൂനപക്ഷത്തിന്റെ അധികാരങ്ങളെ കവർന്നെടുക്കുന്ന രീതിയിലുള്ള അമെൻമെന്റ് കൊണ്ടുവരാൻ പാടില്ല. കാര്യം ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ജയസൂര്യയുടെ എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിലെ ദേവസ്വം ബോർഡിൽ ഒരു ക്രിസ്ത്യാനി ഒരു മുസ്ലിമിനെ മെമ്പറാക്കാൻ ഇവിടുത്തെ ദേവസ്വം ബോർഡ് അംഗീകരിക്കും, ഇവിടുത്തെ ഹിന്ദുക്കൾ അംഗീകരിക്കും. ഈ അമെൻമെന്റിൽ അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അമുസ്ലിങ്ങളെ അതിന്റെ ബോർഡിന്റെ ഈ വഖഫ് ബോർഡിലേക്ക് കൊണ്ടുവരിക, അധികാരം കളക്ടർക്ക് കൊടുക്കുക, അതുപോലെ തന്നെ ചെയർമാനെതിരെ അവിശ്വാസം കൊണ്ടുവരാതിരിക്കുക, കാര്യങ്ങളെല്ലാം കേന്ദ്രം തീരുമാനിക്കുക, സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഒരു അധികാരവും ഇല്ലാതിരിക്കുക, ഭാരതത്തിന്റെ ഫെഡറൽ നേച്ചറിനെ തന്നെ തകർത്തുകൊണ്ട് എന്തിനെ ആഡിറ്റിംഗ് പോലും പരിപൂർണമായിട്ട് കേന്ദ്രം ഏർപ്പെടുത്തുന്ന ആഡിറ്റിംഗ് വഖഫ് ബോർഡിലേക്ക് കൊണ്ടുവരുന്നു. ദേവസ്വം ബോർഡിൽ ആഡിറ്റിംഗ് അങ്ങനെയാണോ നടക്കുന്നത്? ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ്, കേരളത്തിൽ നിരവധി ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ, അവിടെയൊക്കെ എങ്ങനെയാണോ ആഡിറ്റിംഗ് നടക്കുന്നത്? അപ്പോൾ അവിടെയൊക്കെ ഹിന്ദുക്കളില്ലാത്തവരെ അവിടെ കയറ്റാൻ പറ്റുമോ? അപ്പോൾ ഈ രീതിയിൽ KCBയുടെ ആവശ്യങ്ങളൊന്നും ഞങ്ങൾ നിരാകരിക്കുന്നില്ല, അവരുടെ ന്യായമായ അവകാശമാണ്. കാര്യമായിട്ട് 600 ചില്ലാനും പേര് അവിടെ ഭൂമി നഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് ഭൂമി വാങ്ങിച്ചവരാണ്. അത് ഫറൂഖ് കോളേജ് അംഗീകരിച്ചിട്ടുണ്ട്, ഇത് ഗിഫ്റ്റാണ്, അത് വഖഫിന്റെ പരിധിയിൽ വരുന്നതല്ല, അത് യാഥാർത്ഥ്യമാണ്. ഈ മുനമ്പ ഭൂമി എന്ന് പറയുന്നത് വഖഫിന്റെ പരിധിയിൽ വരുന്നില്ല, വഖഫിന്റെ ഡെഫിനിഷൻ പോലും വരുന്നില്ല. കാരണം ഗിഫ്റ്റ് ഡീഡ് ഒരിക്കലും ഇതിന്റെ പരിധിയിൽ വരത്തില്ല. അതുപോലെ തന്നെ വഖഫ് എന്ന് പറയുന്നത് അത് ഇറിവോക്കബിൾ വേണം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പം നിയമപരമായിട്ട് മുനമ്പ ഭൂമി അവിടെ താമസിക്കുന്ന 600 ചില്ലാനും കുടുംബക്കാർക്ക് അർഹതപ്പെട്ടതാണെന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷത്തിനും തർക്കമില്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസിനും അക്കാര്യം തർക്കം ഉണ്ടായിരിക്കില്ല. പക്ഷേ കേന്ദ്രത്തിൽ ഈ ഒരു നിയമം കൊണ്ടുവന്ന് ഈ ഒരു കാര്യമല്ലല്ലോ, ഇന്ത്യയിൽ മൊത്തത്തിൽ ആയിരക്കണക്കിന് കേസുകൾ നിലനിൽപ്പുണ്ട്. അപ്പോൾ ആ കേസുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ കയ്യിലിരിക്കുന്ന വസ്തുക്കൾ കൂടി കയ്യേറുക എന്നുള്ളതല്ല, വഖഫ് ബോർഡിന് നിലവിലുള്ള അധികാരങ്ങൾ ഇല്ലാതാക്കാൻ. ചില കാര്യങ്ങൾ ശരിയാണ്, വഖഫ് ബോർഡിന് അത്ര പ്രധാനമായിട്ടുള്ള സെക്ഷൻ 14 നോട്ടീസ് നാളെ എനിക്ക് കിട്ടിയാൽ എന്റെ വസ്തു എനിക്ക് ക്രയവിക്രയം ചെയ്യാൻ പറ്റില്ല, ശരിയാണ്. അതിലൊക്കെ ഉപരി ഇതിൽ തെറ്റായ ഒരു കാര്യമെന്ന് പറയുന്നത് നോ സിവിൽ കോർട്ട് ഹാസ് ജൂറിസ്ഡിക്ഷൻ. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെല്ലാം വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ് വഖഫ് ബോർഡിനകത്ത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാനത് ശരിക്കും പഠിച്ചെടുത്തോളം അതിനകത്ത് ഏറ്റവും വലിയ തെറ്റായിട്ട് ഞാൻ കണ്ടത്. ബാക്കി ഈ കൊണ്ടുവരുന്ന അമെൻമെന്റുകളിലെല്ലാം തന്നെ വളരെ തെറ്റായിട്ട് ഇന്ത്യയിൽ ഏതാണ്ട് 1913 തുടങ്ങിയ നിയമം ഏതാണ്ട് വളരെയധികം 15% വരുന്ന മുസ്ലിങ്ങൾ അവരുടെ അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ട് അവർക്ക് അവരുടെ ഭൂമിയിൽ യാതൊരു വിധമായ അവകാശം ഇല്ലാത്ത രീതിയിൽ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ അതിന് നഖശിഖാന്തം എതിർക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ബഹുമാനപ്പെട്ട KCBCയുടെ ഫാദർ ജോഷി പറഞ്ഞ കാര്യം വളരെ കാര്യമാണ്. കാര്യം അവർക്ക് അവരുടെ സഭയുടെ താല്പര്യങ്ങൾ, അതിലുപരിയായിട്ട് ഈ 610 കുടുംബങ്ങളുടെ താല്പര്യം അവരുടെ മാത്രമല്ല, അത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആവശ്യമാണ്, കോൺഗ്രസിന്റെ ആവശ്യമാണ്, കേരളത്തിലെ ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമാണ് അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് ഇന്ത്യയിൽ മൊത്തത്തിൽ നിലനിൽക്കുന്ന നമ്മുടെ മതനിരപേക്ഷത, മതസൗഹാർദ്ദം ഇല്ലാതാക്കാൻ ഇടതുപക്ഷം കൂട്ടുനിൽക്കില്ല, കോൺഗ്രസും ശക്തമായ നിലപാടെടുക്കും എന്ന് തന്നെയാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്. ഓക്കെ, ഞാൻ തിരികെ ശ്രീകുമാർ മനയിൽ, ഇതിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത്, അത് ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ ഈ പ്രതിഷേധത്തിന് മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരാശയക്കുഴപ്പമില്ല എന്നാണ് പാനലിസ്റ്റ് നിജേഷ് അരവിന്ദ് പറയുന്നത്. പക്ഷേ ഈ KCBCയുടെ സർക്കുലർ ചർച്ച ചെയ്യണമെന്ന് ഡീൻ കുര്യാക്കോസ് MP അടക്കം ആവശ്യപ്പെട്ടതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഒരാശയക്കുഴപ്പം ഈ ഒരു വശത്ത് നിൽക്കുന്നു, ലീഗിന്റെ നിലപാട് ഒരു വശത്ത് നിൽക്കുന്നു. ഈ പ്രതിഷേധം നയിക്കേണ്ട കോൺഗ്രസ് കുഴപ്പത്തിലായിട്ടുണ്ട്
എന്നുള്ളത് സത്യമല്ലേ? BJP അതുകൊണ്ട് കൂടിയാവുകയില്ലേ ബുധനാഴ്ച തന്നെ ഈ ബില്ല് അവതരിപ്പിക്കാൻ? ഘടകകക്ഷികളിൽ നിന്ന് പോലും എതിർപ്പുണ്ടായിട്ടും ഈ ബില്ലുമായി മുന്നോട്ട് പോകാനുള്ള പെട്ടെന്ന് ഒരു കൂടുതൽ ഊർജം പോലും കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുണ്ടാവുക ഇതായിരിക്കുമോ? അപർണ, ഇതിനകത്തൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ്സിന് കേരളത്തിലെ കാര്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന, അല്ലെങ്കിൽ ആ പാർട്ടി നേരിടുന്ന പ്രതിസന്ധി. കാരണം അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് വഖഫ് ബില്ലിന് അല്ലെങ്കിൽ വഖഫ് അമെൻമെൻറ്റ് ബില്ലിന് എതിരാണ്. അത് എതിരായത് കൊണ്ട് എന്തുകൊണ്ട് എതിരായി എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ പറഞ്ഞ പോലെ അതിൽ ഈ പറഞ്ഞ പോലെ നോൺ മുസ്ലിംസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഒത്തിരി ഈ എന്താ പറയുക, ഒരു മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു അമെൻമെൻറ്റിൽ അതിൽ ഈ പറഞ്ഞ പോലെ നോൺ മുസ്ലിംസിനെയൊക്കെ അംഗങ്ങളാക്കുന്നതിലുണ്ടായിരുന്ന സാങ്കേതികവും മതപരവുമായ പല പ്രശ്നങ്ങളും അത്തരം ബില്ലുകളുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഈ വഖഫ് അമെൻമെൻറ്റിനെ എതിർക്കുകയാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ, കോൺഗ്രസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങളിൽ ഒരു സ്റ്റേറ്റ് വൈസായിട്ട് തീരുമാനമെടുക്കാൻ അവർക്ക് പറ്റില്ല. കാരണം ഈ പാർലമെൻറ്റിൽ വരുന്ന നിയമത്തിൽ, പാർലമെൻറ്റിൽ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് അത് 28 സ്റ്റേറ്റുകളിലും അവരെടുക്കുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവർക്ക് പാർലമെൻറ്റിൽ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പം കേരളത്തിലൊരു എക്സെപ്ഷനായിട്ട് കണ്ടുകൊണ്ട് കേരളത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് കളയാമെന്ന് പറയാൻ കോൺഗ്രസിന് പറ്റില്ല. അത് അവരുടെ ഒരു പ്രതിസന്ധി തന്നെയാണത്. കാരണം വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ KCBCയെയോ ക്രൈസ്തവ സംഘടനകളെയോ ഒന്നും മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് ഒരു രാഷ്ട്രീയമില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയം വന്നാൽ കോൺഗ്രസ് പരാജയപ്പെടും. 2021 കോൺഗ്രസ് പരാജയപ്പെടാൻ കാരണം ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ ചോർന്നു പോയതുകൊണ്ടാണ്. ഇനിയും ഈ 2024 ലോക്സഭയിലേക്ക് കോൺഗ്രസ് ഉണ്ടായിരുന്ന ആ ഗ്രാൻഡ് വിക്ടറി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്രൈസ്തവ വോട്ടുകൾ അവർക്ക് കിട്ടിയത് കൊണ്ടാണ്. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനം 1947 ശേഷം ഇല്ല. അത് അക്കാര്യത്തിൽ നമ്മൾ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. കോൺഗ്രസിൻ്റെ അടിസ്ഥാന വോട്ടെന്ന് പറയുന്നത് കേരളത്തിൽ ന്യൂനപക്ഷങ്ങളിൽ ക്രൈസ്തവ മുസ്ലിം വോട്ടുകളാണ്. ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ എങ്ങനെ എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസിലേക്ക് വരുന്നു, അതോടുകൂടി അവർക്ക് ക്ലീൻ സ്വീപ്പായിരിക്കും എല്ലാ ഇലക്ഷനിലും. അങ്ങനെ വരാതിരിക്കുമ്പോൾ മാത്രമാണ് അവർ പരാജയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ കേരളത്തിൽ പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി ആയാലും കോൺഗ്രസ് ആയാലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഈ BJP സർക്കാരിനെതിരെയും മോഡി സർക്കാരിനെതിരെയും രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ബേസ് എന്ന് പറയുന്നത് ഈ ആൻറ്റി മൈനോറിറ്റി സ്റ്റേച്ചർ ഓഫ് മോഡി ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ BJP ആണ്. അതിൻ്റെ ഒരു പ്രധാന കുന്തമുന എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്നത് തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധ മുഖമാണ്. കാരണം ഈ പറയുന്ന മുസ്ലിങ്ങൾ ഇന്ത്യയിൽ 15% ഇന്ത്യയിലെ പല ലോക്സഭാ മണ്ഡലം, എനിക്ക് തോന്നുന്നു 100ഓളം ലോക്സഭാ മണ്ഡലങ്ങളിൽ മുസ്ലിങ്ങൾ ഗണ്യമായ ഒരു ശക്തിയാണ്. പ്രത്യേകിച്ച് വോട്ടിങ്ങിനെ സ്വാധീനിക്കാൻ കഴിയും. നമ്മൾ UP-യിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബീഹാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ബീഹാറിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പോയാൽ മനസ്സിലാവും. കാരണം പല ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലും വോട്ടിങ്ങിനെ അല്ലെങ്കിൽ വിജയത്തൊക്കെ സ്വാധീനിക്കാൻ മുസ്ലിം വോട്ടുകൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് ഒരിക്കലും അവിടെ പിന്നോട്ട് പോകാൻ നിൽക്കുന്നത്. ഭരണമില്ലെങ്കിലും അവർക്ക് ധാരാളം സീറ്റുകൾ കിട്ടുന്നതിൻ്റെ കാരണം അതാ. അവിടെ ലോക്സഭയിലും നിയമസഭയിലും അവർക്ക് ആ സേർട്ടൺ സീറ്റ് ഉറപ്പായിട്ടും സമാജ്വാദി പാർട്ടിക്ക് കിട്ടുന്ന വെച്ചാൽ മുസ്ലിം വോട്ട് എൻ ബ്ലോക്കായിട്ട് അവർക്ക് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ 28 സ്റ്റേറ്റുകളിലും കോൺഗ്രസ് എടുക്കുന്ന സ്ട്രാറ്റജി എന്താണോ അത് തന്നെയാണ് പാർലമെന്റിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു പ്രതിസന്ധിയാണെന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അത് പ്രതിസന്ധിയാണ്. കാരണം ക്രൈസ്തവരെ വെറുപ്പിച്ചുകൊണ്ടുള്ളൊരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മധ്യ തെക്കൻ കേരളത്തിൽ ആ പാർട്ടിക്ക് വലിയ ഒരു തിരിച്ചടി ഉണ്ടാക്കിയേക്കാം. പക്ഷേ ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളെയും അവരെയും വെറുപ്പിക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുള്ള ഉത്തര കേരളത്തിൽ മലബാർ മേഖലയിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ നിലനിൽക്കണമെങ്കിൽ ഈ മുസ്ലിം വോട്ടുകൾ നിർണായകമാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി കേരളത്തിൽ കോൺഗ്രസിന് ഉണ്ട് ഇക്കാര്യത്തിൽ എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇവിടെ ഈ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ പറഞ്ഞ പോലെ ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ലിന് ന്യൂനപക്ഷ വിരുദ്ധത ഉണ്ടെന്നുള്ളതാണ് എൻ്റെയും ബലമായ വിശ്വാസം. കാരണം വെച്ചാൽ ഒരിക്കലും ഒരു ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിന് മാത്രമല്ല, നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും അല്ലെങ്കിൽ മതങ്ങളുടെ സ്വത്തുക്കൾക്ക് മേലുള്ള സ്വാതന്ത്ര്യവും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒത്തിരി അമെൻമെൻറ്റുകൾ ഇതിനകത്തുണ്ടെന്ന് അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതിൽ ഈ പറഞ്ഞിട്ടാണ് ഈ നോൺ മുസ്ലിംസിനെ അവരുടെ കമ്മിറ്റി, കാരണം വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായിട്ട് റിലീജിയസ് പ്രോപ്പർട്ടിയാണത്. അപ്പോൾ അവിടെ എന്തിനാണ് ഈ നോൺ മുസ്ലിംസിനെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഈ പറഞ്ഞ പോലെ ദേവസ്വം ബോർഡിൻ്റെ ഇവിടെ കയറിയിട്ട് ഒരു മുസ്ലിമിനെ ക്രിസ്ത്യനെ വെച്ചാൽ ഇവിടെ കേരളത്തിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഒരു സൈക്കോളജിക്കലായിട്ടൊരു സമൂഹത്തെ തളർത്തുക എന്നുള്ളൊരു ലക്ഷ്യം ഈ അമെൻമെൻറ്റ് ബില്ലുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫാദർ പറഞ്ഞ പോലെ മുനമ്പത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ വിഷയമാണത്. കാരണം അവിടെ ഞാൻ പോയ ഒരാളായതുകൊണ്ട് പറയാം. കാരണം വെച്ചാൽ ഈ 600ഓളം വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ നില്ലാണ്. അവരുടെ
ഈ വഖഫ് ബോർഡ് ഈ വഖഫ് നിയമം അവിടെ അങ്ങനെ ഇരിക്കുവാണെങ്കിൽ, അമെൻമെന്റ് വരാതെ ഇരിക്കുവാണെങ്കിൽ പിന്നെ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നില്ലാണ്, ഒന്നുമില്ല അവിടെ അവരുടെ ജീവിതത്തിൽ. അവർ ഇത്ര നാൾ അറിഞ്ഞ പ്രോപ്പർട്ടി, അവരുടെ പണം, സ്വത്ത് എല്ലാം ഒരു സീറോ ആയിട്ട് വാനിഷ് ചെയ്ത് മാഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, സർക്കാരിന് പറ്റില്ല. എന്തുകൊണ്ടാണ് ഈ നിയമം 95 നിയമം നിൽക്കുന്ന കാലത്തോളം സർക്കാർ ഈ തട്ടിപ്പൊക്കെ കാണിച്ചല്ലോ ഇവിടെ, ഈ മറ്റേ ഏതോ കമ്മീഷനൊക്കെ വെച്ചിട്ട്, അതൊക്കെ മണ്ടത്തിലാണെന്ന് അന്നേ ആൾക്കാർ പറഞ്ഞതുകൊണ്ടാണ്. കാരണം ഈ നിയമം നിലനിൽക്കുന്ന കാര്യത്തോളം സർക്കാരിനും മറ്റ് ഏജൻസികൾക്കും ഒന്നും ഇക്കാര്യം ചെയ്യാനില്ല. ഈ 600 കുടുംബങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് വളരെ ദാരുണമാണ്. കാരണം അവർ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവരായി മാറുകയാണെങ്കിൽ നിയമം നിലനിൽക്കും. പക്ഷേ അത് അവിടെയാണ് ഈ കോൺഗ്രസിനും CPM ഒക്കെ നേരിടുന്ന ഒരു പ്രതിസന്ധി. അതാണ് CPM ഈ വിഷയമുണ്ട്. കാരണം വെച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ എറിഞ്ഞാൽ മാങ്ങ വീഴണം എന്ന് മാത്രമേ അവർക്കുള്ളൂ. അത് മാവിലെറിഞ്ഞാൽ അത് വീണിരിക്കണം മാങ്ങ, അത് ഏത് വിധേനയാലും വീണം, അത് കോല് കൊണ്ടെറിഞ്ഞാലും കല്ലുകൊണ്ടെറിഞ്ഞാലും അല്ലെങ്കിൽ അപ്പുറത്തവരെ മതിലുമൊക്കെ എറിഞ്ഞാലും അവർക്കത് വിഷയമല്ല, മാങ്ങ വീഴണം എന്ന് മാത്രമാണ് അവരുടെ വിഷയം. അപ്പോൾ അതുകൊണ്ട് BJP അവരുടെ കാര്യം സാധിച്ചു. കാരണം ഈ അമെൻമെന്റ് ബില്ല് BJPയുടെ സംഘപരിവാറിന്റെ കൃത്യമായ പൊളിറ്റിക്കൽ ഡ്രാഫ്റ്റിങ്ങിന്റെ ഭാഗമാണ് ഈ ബില്ലെന്നൊരു സംശയമില്ല. പക്ഷേ ഇവിടെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ മുനമ്പം പോലെ സ്ഥലത്ത് ഈ പാവപ്പെട്ട മനുഷ്യർ അവരുടെ ജീവിതത്തിന്റെ ഏക സമ്പത്ത് അല്ലെങ്കിൽ ഏക അസറ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ലാതെ വാനിഷായി പോകുന്നത് നോക്കിക്കൊണ്ട് ആകാശത്തേക്ക് നിൽക്കുമ്പോൾ അതിൽ തീരുമാനം ഈവൻ നമ്മൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും മുസ്ലിം സംഘടനകളൊക്കെ അവിടെ വന്ന് അവരോടൊക്കെ ഞാൻ സംസാരിച്ചാണ്. അവർക്ക് എല്ലാവർക്കും ഇവരോട് ഈ 600 കുടുംബങ്ങളോടും ഇതുണ്ട്. കാരണം വെച്ചാൽ ഇവർക്ക് ഇവരുടെ ഭൂമിയാണ്, ഇവർക്ക് കാശ് കൊടുത്ത് പണിത് ഇവർക്ക് കിട്ടണമെന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ചെയ്യാനില്ല ഇക്കാര്യത്തിൽ. അപ്പോൾ ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഈ മുസ്ലിം ലീഗിനായാലും കോൺഗ്രസിനായാലും CPM-നായാലും മൊത്തം ഇതൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്താ കുഴപ്പമെന്ന് ഇതിനകത്ത് ഈ ഫ്രിഞ്ച് എലിമെന്റ്സുകൾ ഭയങ്കരമായിട്ടൊന്ന് മുതലെടുക്കുന്നുണ്ട്. അത് മുസ്ലിം സമുദായത്തിലെയും ഹിന്ദു സമുദായത്തിലെയും ഈവൻ ക്രിസ്ത്യൻ സമുദായത്തിലെയും ഫ്രിഞ്ച് എലിമെന്റ്സുകൾ ഇത് കൃത്യമായിട്ട് മുതലെടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഒട്ടും മനസ്സിലാവാത്തതാണോ ശ്രീകുമാർ പറഞ്ഞില്ല? അത് KCBC-ക്ക് ഒട്ടും മനസ്സിലാവാത്തതാണോ? അല്ല, KCBC-ക്ക് ഒട്ടും മനസ്സിലാകാത്തതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ KCBC സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഈ 600 മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ് അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. KCBC-യുടെ അവർ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ എന്തൊക്കെ പറയും ഫ്രിഞ്ച് എലിമെന്റ്സ് എന്ത് മുതലെടുത്താലും ഈ 600 മനുഷ്യരെന്ത് ചെയ്യും? ഈ 600 മനുഷ്യരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ എല്ലാ സമ്പാദ്യങ്ങളും ഞാൻ പറയും നില്ലാണത്. നമ്മൾ നിൽ എന്ന് എഴുതിയാൽ അങ്ങനെ ഇരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? അതാണ് ഈ അമെൻമെന്റ് വന്നില്ലെങ്കിൽ 600 പേരുടെ അവസ്ഥ. അപ്പോൾ KCBC 600 പേർക്കൊപ്പം തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. ഫ്രിഞ്ച് എലിമെന്റ്സുകൾ ഉണ്ടെന്ന് വെച്ചാൽ 600 പേരെ കൈവിടെ ആർക്ക് പറ്റുമോ? അപ്പോൾ അവിടെ അത് നമ്മൾ ഈ പറഞ്ഞ ഇതൊരു പ്രതിസന്ധിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ ആഴമേറിയ ഒരു പ്രതിസന്ധിയാണ് ഈ KCBC പോലുള്ള സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഈ കേരളത്തെ നേരിടുന്നത്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ അവർ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അവർ കൃത്യമായിട്ട് ഇതിൽ നിന്നുണ്ടാക്കും. അത് അഖിലേന്ത്യാ എനിക്ക് പറയുന്നത് ഇപ്പോഴല്ല, 95 നിയമം വന്നപ്പോൾ തന്നെ അന്നത്തെ RSS നേതാക്കളുടെ ഒരാൾ, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, K. സുദർശനാണെന്നോ എനിക്ക് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാനിപ്പോൾ ഓർക്കുന്നത്, ഇത് ഈ പറഞ്ഞ പാകിസ്ഥാൻ കൊടുത്തതിന് ശേഷം അതിന് ശേഷമുള്ള ഒരു കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രകടനത്തിന് അങ്ങേയറ്റമാണ് ഈ 95 അമെൻമെന്റ്. അന്ന് ഞാനന്ന് ഇന്ത്യ ടുഡേയിൽ വാർത്ത വായിച്ചു ഓർക്കുന്നത്, ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന കാലത്താണ്. ഇന്ത്യ ടുഡേയിൽ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം വായിച്ചു ഓർക്കുന്നുണ്ട്. ഈ 95 നരസിംഹറാവു സർക്കാരിൻ്റെ നിയമം കൊണ്ടുവന്നപ്പോൾ K. സുദർശനാണെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, കാരണം 47 കോൺഗ്രസ് പാകിസ്ഥാൻ കൊടുത്തു, അതിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രീണനം എന്താ വെച്ചാൽ ഈ ബില്ലാണെന്നാണ് അന്ന് K. സുദർശൻ പറഞ്ഞു. അപ്പം അന്ന് BJPക്ക് അന്ന് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ. അതിൽ നിന്ന് പിന്നോക്കം പോകുന്നില്ല. പക്ഷേ ഈ മതേതര കക്ഷികൾ കോൺഗ്രസ് ആയാലും CPM ആയാലും ഈ പറയുന്ന മതേതരത്തിനൊപ്പം നിൽക്കുമെന്ന് പറയുന്ന ലീഗ് ആയാലും എല്ലാവരും കേരളത്തിൽ ഈ മുനമ്പം നിവാസികളുടെ കാര്യത്തിൽ ഈ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ നിയമം നിൽക്കുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ചെകുത്താനെ കടലിലടക്കാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും BJP ഒഴിച്ച്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നിജേഷ്, ഇതൊരു വിഷയമാണ്. ഇത് എത്ര നിഷേധിക്കുമ്പോൾ പോലും ഇത് മുനമ്പത്തെ വിഷയം അവിടെ നിൽക്കുന്നു. ഈ തരത്തിൽ ദേശീയ പാർട്ടി കോൺഗ്രസ് ഒരു ദേശീയ തലത്തിലൊരു നിലപാടെടുത്തു പോകുമ്പോൾ കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മാത്രമല്ല അത് കഴിഞ്ഞിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് പോകും. KCBC പൂർണ്ണമായും കൈവിട്ട് കളഞ്ഞാൽ. പക്ഷേ ലീഗിനെ അടക്കം പിണക്കാനും കഴിയില്ല. അത്ര എളുപ്പമാണ്. 24 മണിക്കൂറാണ് ഇനി ആ സഭയിൽ ബില്ല് അവതരിപ്പിക്കാനുള്ളത് ബാക്കി. നമ്മൾ ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഇതുപോലെയും നമ്മൾക്ക് കാണാം, വിശാലമായിട്ടും നമ്മൾക്ക് കാണാം. ഇപ്പോൾ ചർച്ച അവതരിപ്പിക്കുന്നവർക്കും അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കാളിയാവുന്ന ആളുകൾക്കും വളരെ ക്ലിപ്തമായ ചില ലക്ഷ്യങ്ങൾ. കോൺഗ്രസ് പ്രതിസന്ധിയിലാണോ അല്ലയോ, അതിനപ്പുറത്തേക്ക് വിശാലമായ ഒരു ഇന്ത്യയെ പറ്റി ചിന്തിക്കാൻ നിർഭാഗ്യവശാൽ ചിലർക്ക് കഴിയാതെ വരുമ്പോഴാണ് ഈ തരത്തിൽ ചർച്ച വരുന്നത്. നമ്മളൊക്കെ കണ്ട ഡിവൈഡ് ആൻഡ് റൂൾ. ഇവിടെ വാസ്കോഡ ഗാമ വന്ന സമയത്ത് കോഴിക്കോട്ട് സാമൂതിരിയെ ആക്രമിക്കുമ്പോൾ ചെറിയ പിറകോട്ട് പോയ സമയത്ത് അപ്പുറത്ത് കണ്ണൂർ രാജാവിനെ പിടിച്ച് ഇപ്പുറത്ത് കൊച്ചി രാജാവിനെ പിടിച്ച് ഈ സാമൂതിരിയെ തോൽപ്പിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത അതേ നയം ഇന്ന് 2025 ഇന്ത്യ രാജ്യത്ത് നടക്കുന്നു. വളരെ മനോഹരമായി RSS അത് ഉപയോഗപ്പെടുന്നു. ഇന്നലെ ചരിത്രത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല.
ഉണ്ടാവേണ്ട സാഹചര്യവുമില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായി ശത്രുക്കളാണ് എന്ന ഒരു നെറേറ്റീവ്, ഒരു ബോധം ഉണ്ടാക്കുന്നതിൽ BJP വളരെ മനോഹരമായി വിജയിച്ചു. നമ്മൾക്കൊക്കെ അറിയാവുന്ന BJP കന്യാസ്ത്രീകളുടെ പിറകെ ഓടി ആക്രമിച്ച BJP നമ്മൾക്കറിയാം, പള്ളി തകർത്ത BJP അറിയാം, മതമാറ്റത്തിന്റെ പേരിൽ നിരന്തരമായി ക്രൈസ്തവ പാതിരിമാരെ തെറിവിളിച്ച BJP നമ്മൾക്കറിയാം, മതം മാറ്റുന്നേ എന്ന് പറഞ്ഞ് നിലവിളിച്ച ആളുകളെ അറിയാം. അന്ന് ക്രിസ്ത്യാനികൾ BJPയുടെ ശത്രുവായിരുന്നു. പക്ഷെ ഒരല്പം കൂടി മുന്നോട്ട് പോയ സമയത്ത് ഭരണം കിട്ടി, രണ്ടാമത്തെ മൂന്നാമത്തെ ടേമിലേക്ക് എത്തിയപ്പോൾ ഓർഗനൈസറിൽ ആദ്യം പറഞ്ഞ കക്ഷി മുസ്ലിമാണ്, രണ്ടാമത്തെ ക്രിസ്ത്യാനികളാണ്. ഇനി മുസ്ലിങ്ങളെ അഴിക്കണമെങ്കിൽ ക്രിസ്ത്യാനികളെ കൂട്ടിപ്പിടിച്ചാൽ എന്താണ് എന്ന ഒരു ചെറിയ ചിന്ത, ആ ചിന്തയെ വളർത്തി വലുതാക്കുന്നതിന്റെ ശ്രമത്തിലാണ് BJP ഉള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ നയം, വഖഫ് നിയമം, ആ നിയമത്തിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ബാലിശമായ നിയമങ്ങളെ പിന്തുണയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പൊ തന്നെ അറിയാം, വരാപ്പുഴ അതിരൂപതയുടെ സ്ഥലത്തിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ക്ലെയിം ഉപയോഗിച്ചു, അതിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് തിരുവിതാംകൂർ ദേവസ്വം വരാപ്പുഴ അതിരൂപതയ്ക്ക് പറഞ്ഞാലും ശരി, തിരിച്ചു പറഞ്ഞാലും ശരി, തിരിച്ചു വരാം അപർണ തിരിച്ചു വരാം. അതായത് ദേശീയ തലത്തിലുള്ള 45ഓളം അമെൻമെന്റ്സ് ഉള്ള, അതിൽ ഒട്ടുമിക്ക അമെൻമെന്റ്സും ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ, മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക്, അവരുടെ വഖഫ് സ്വത്തുക്കളെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഒരു നിയമം പോകുന്ന സമയത്ത് അതിനെ മുനമ്പവുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം മാറിപ്പോവുകയാണ്. ഇവിടെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഇപ്പൊ വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാൾക്ക് ദാനം കൊടുക്കുന്നതാണ്. ആ ദാനം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വിനിയോഗിക്കേണ്ട കാര്യങ്ങളെ പറ്റി വളരെ കൃത്യമായ ധാരണയുണ്ട്. അത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കോ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കോ മാത്രം ഉപയോഗിക്കാവുന്ന, തിരിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരു ഭൂമിയാണ് വഖഫ് ഭൂമി. അതിൽ പിന്നീട് കമ്മ്യൂണിറ്റിക്ക് അതിൽ എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നറിയില്ല, അത് നോക്കാൻ മുത്തവല്ലിമാരെ ആക്കുന്ന തരത്തിൽ അതൊരു വളരെ നേരത്തെയുള്ള ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി ചെയ്തു പോകുന്നു. ജീവിതത്തിൽ 5 കാര്യങ്ങൾ ചെയ്യേണ്ടതിൽ, ഒരു മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചുള്ള 5 കാര്യങ്ങൾ ചെയ്യേണ്ടതിൽ ഒന്നാണ് സക്കാത്ത്. ആ ചില ആളുകൾ ദാനം കുറച്ചധികം കൊടുത്ത് ഈ സ്വത്ത് നാളെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറയുന്നു. അതിനെ വളരെ ലളിതമായി നമ്മൾ കാണുന്നതിന് പകരം ഇതിനെ എങ്ങനെ ഞങ്ങളുടെ കൈവശത്തിലേക്ക് എടുത്താം, പല അമ്പലങ്ങൾക്കും പല പള്ളികൾക്കും ക്ലെയിം ചെയ്യുന്നത് പോലെ ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ആ തരത്തിലേക്ക് കാണാൻ പറ്റും. ഗുജറാത്തിൽ തകർക്കപ്പെട്ട, ഇപ്പൊ നമുക്കറിയാം 2 ദിവസമായി കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച ഗുജറാത്ത് കലാപമാണ്. വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു, ഒരു സിനിമയുടെ പേരിൽ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു. ആ ദുരങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ബജ്രംഗി എന്ന പേര് കേൾക്കുമ്പോൾ തറയ്ക്കുന്ന ആളുകളുണ്ട്. അത് തന്നെയാണ് മണിപ്പൂരിനകത്തും ഉള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തകർക്കപ്പെട്ട മണിപ്പൂരിലെ പള്ളികളും, അവിടെ ആദ്യ കുർബാനയില്ലാത്ത, മാമോദീസ ഇല്ലാത്ത, സൺഡേ സ്കൂൾ ഇല്ലാത്ത, കുർബാന നടക്കാത്ത ഒരു സംവിധാനം ഇന്ന് മണിപ്പൂരിലുണ്ടെങ്കിൽ അവിടെ വേദനിക്കുകയാണ്. അവിടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്താണെങ്കിലും മുസൽമാനെ സംബന്ധിച്ചിടത്താണെങ്കിലും ഹിന്ദു കമ്മ്യൂണിറ്റി ആണെങ്കിലും വളരെ ന്യൂനപക്ഷമായ പാഴ്സി ആണെങ്കിലും ജൈനനാണെങ്കിലും അവരെ ഒക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാലല്ലേ അത് ഇന്ത്യയുടെ ഭരണഘടനയെ ഫാദർ ജോഷി മയ്യറ്റിൽ അങ്ങനെ ഒരു വിശാല കാഴ്ചപ്പാടിൽ കൂടി ഇത് എടുക്കണ്ടേ? ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ചില വാളുകൾ ഇതിനകത്തുണ്ട്. ദേവസ്വം ബോർഡിന്റെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെ നടക്കുമായിരുന്നു എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒരു നരേറ്റീവ്, ഒരു മുസ്ലിം ക്രിസ്ത്യൻ ശത്രുതയുടെ ഒരു നരേറ്റീവ് ഉണ്ടാക്കി അത് ഉപയോഗപ്പെടുത്താൻ നോക്കുമ്പോൾ വിശാലമായ ഒരു അർത്ഥത്തിൽ കൂടി എടുക്കണ്ടേ സഭ എന്നൊരു ചോദ്യമല്ലേ ചോദിക്കുന്നത്? അതുകൂടി കാണണ്ടേ? അപർണ, ഈ ചോദ്യം കൃത്യമാകുമായിരുന്നു CBCIയോ KCBCയോ BJP കൊണ്ടുവന്നിട്ടുള്ള ഈ ഭേദഗതി ബില്ലിനെ അപ്പാട് സ്വീകരിക്കണം എന്ന് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നെങ്കിൽ ഈ ചോദ്യം കൃത്യമായിരുന്നു. പക്ഷേ ഞാൻ CBCIയുടെ പ്രസ്താവന ഒന്ന് വായിക്കാം. നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം, വാക്കുകൾക്ക് അർത്ഥമുണ്ടല്ലോ, ശ്രദ്ധാപൂർവം. ഇനി ഈ സെൻറ്റൻസിൻ്റെ, ഈ CBCIയുടെ പ്രസ്താവനയുടെ ഏറ്റവും ഒടുവിലത്തെ സെൻറ്റൻസ് ഞാൻ വായിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം the rights of religious minorities as guaranteed by the Constitution must be safeguarded. എത്ര കൃത്യമായിട്ടാണ് ഇന്ത്യയുടെ മതേതരത്വത്തെ അതിനുവേണ്ടി നിലകൊള്ളുന്നതിന് കത്തോലിക്ക സഭ, അത് പണ്ടുണ്ടായിരുന്നതുപോലെ തന്നെ ഇപ്പോഴും ഈ വിഷയത്തിന്റെ സമയത്തും. ഇനി ഒരു കാര്യം കൂടി രീതിയിലാണ്. അല്ല ഫാദർ ജോഷി, അപ്പോൾ പൂർണ്ണമായിട്ട് എങ്ങനെ ബില്ലിനെ അംഗീകരിക്കാൻ കഴിയും? അങ്ങനെ സേഫ് ഗാർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അംഗീകരിക്കണമെന്ന് ആര് പറഞ്ഞു? പൂർണ്ണമായി അംഗീകരിക്കണമെന്ന് ആര് പറഞ്ഞു? അതുകൊണ്ടല്ലേ പറയുന്നത് ഈ വിഷയത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ നിയമത്തിനകത്തുണ്ട്, അതും ഇവിടെയുണ്ട്.
It is a reality that certain provisions in the existing Central Waqf Act, certain provisions, ശ്രദ്ധിക്കണമോ ഈ വാക്കുകൾക്ക് അർത്ഥമുണ്ടല്ലോ, certain provisions in the existing Central Waqf Act are inconsistent with the Constitution and the secular democratic values of the country. In Kerala, the Waqf Board has invoked these provisions to declare the ancestral residential properties of more than 600 families. അപ്പോൾ വളരെ കൃത്യമാണ് certain provisions. ഇവിടെ കാർഡ് അടച്ചൊന്നും സഭ പറഞ്ഞിട്ടില്ല. വളരെ സമയപരിമിതി കൊണ്ടാണ് ശ്രീ എസ് യു സൂര്യൻ, സഭ ഇത് മൊത്തത്തിലല്ല ഈ ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങൾ പരിഗണിക്കണം, അല്ലാണ്ട് BJP പറയുന്ന പോലെ ഇത് മുഴുവനായിട്ട് ഉള്ള ഒരു പിന്തുണയല്ല ബില്ലിന് ഉണ്ടാകുന്നത്. അതുകൂടി വ്യക്തമാണല്ലോ പാർട്ടിക്ക്, അല്ലേ? ഇവിടെ വളരെ വ്യക്തമായി ഞാൻ പറയാം. 4 പേര് സംസാരിച്ചപ്പോൾ 4 പ്രധാനപ്പെട്ട പോയിന്റുകൾ ചോദ്യങ്ങളായിട്ട് ഉന്നയിച്ചുകൊണ്ട് അതിൽ നിന്ന് മറുപടി പറയാൻ അപർണ എന്നെ അനുവദിക്കണം. ഒന്ന്, ദേവസ്വം ബോർഡുമായിട്ട് താരതമ്യം ചെയ്തു. അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ദേവസ്വം ബോർഡ് ഒരിക്കലും ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഇന്ത്യൻ കോടതിക്കും മുകളിലല്ല. ദേവസ്വം ബോർഡിന്റെ ഏത് ഡിസ്പ്യൂട്ടും കോടതിയിൽ പോകാൻ തയ്യാറാണ്, കോടതിയെ അംഗീകരിക്കാൻ തയ്യാറാണ്, ഭരണഘടനയെ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ വഖഫ് ബോർഡ് കോടതിയെയും ഭരണഘടനയും അംഗീകരിക്കുന്നില്ല. അതിന്റെ മുകളിലാണ് വഖഫ് ബോർഡിന്റെ ഇപ്പോഴത്തെ സ്ഥാനം. രണ്ടാമത്തെ കാര്യം, അമുസ്ലിം അംഗങ്ങളെ കൊണ്ടുവരുന്നു എന്നുള്ളത്. ദേവസ്വം ബോർഡിലാണ് അമുസ്ലിം അംഗങ്ങളെ കയറ്റുമോ എന്നാണ് ചോദ്യം. ഇവിടെ അമുസ്ലിം അംഗങ്ങളെ കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ കേരളം അടക്കമുള്ള സ്ഥലങ്ങളിലെ മഹാക്ഷേത്രങ്ങളുടെ ഭൂമി കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ മറ്റുള്ളവരുടെ ഭൂമി കവർന്നെടുത്തതായിട്ടുള്ള കേസിൽ ഞങ്ങൾ, അങ്ങനെ കേസില്ല, അങ്ങനെ കേസുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ത്യൻ കോടതികളെ അംഗീകരിക്കില്ല. ഞങ്ങളുടെ വഖഫ് കോടതി ശരിയത്ത് നിയമമേ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഹിന്ദു നിയമം അംഗീകരിക്കുള്ളൂ എന്ന് ഒരു ദേവസ്വം ബോർഡ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പള്ളി കമ്മിറ്റിക്കുണ്ടോ ഈ നിർബന്ധമുള്ളൂ? ഞങ്ങൾ കാനോൻ നിയമം അനുസരിച്ച് ഇന്ത്യയിലെ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്ന് ഏതെങ്കിലും പള്ളി കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എല്ലാ ക്രിസ്ത്യൻ പള്ളി കമ്മിറ്റികളും ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നു, ഇന്ത്യൻ കോടതികളെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ആ രീതിയിൽ പള്ളി കമ്മിറ്റികളെയോ ദേവസ്വം ബോർഡിനെയോ വഖഫ് ബോർഡുമായിട്ട് താരതമ്യം ചെയ്യരുത്. അത് വലിയ ദുഷ്ടലാക്കാണ്. കോൺഗ്രസ്സുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും കനത്ത ദുഷ്ടത്തരമാണ് അതിന്റെ പുറകിലുള്ളത്. പിന്നെ കളക്ടർക്ക് അധികാരം കൊടുത്തു എന്ന്. കളക്ടർക്കല്ലാതെ പിന്നെ ആർക്കാ അധികാരം കൊടുക്കേണ്ടത്? അതായത് ഈ ഭൂമി ആരുടെ ഭൂമിയാണെന്ന് നിർണയിക്കുവാൻ കളക്ടറേക്കാൾ മുകളിൽ അധികാരം വഖഫ് ബോർഡിന് ഉണ്ടാക്കി വെച്ചിട്ട് കളക്ടറും കോടതിയും അങ്ങോട്ട് കടന്നു പോകരുതെന്ന് പറഞ്ഞാൽ ഇത് ശരിയാ നിയമം അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിം രാജ്യമല്ല. ഇത് സ്വതന്ത്ര മതേതര ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ടാണ്. പിന്നെ ഓഡിറ്റിംഗ് നടത്തുന്നത് കേന്ദ്രമാണെന്ന്. ഓഡിറ്റിംഗ് നടത്താൻ മുത്തവല്ലിയുടെ കൊടുത്തിട്ട് മുത്തവല്ലി ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല. ഉള്ള സ്വത്ത് മുഴുവൻ കട്ടുകൊണ്ട് പോകുന്നു. മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും കേസ് കൊടുത്തിരിക്കുന്നത് അതിനെതിരായിട്ടാണ്. ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റിംഗ് നടത്താൻ ഇവിടെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് പറ്റും. പള്ളി കമ്മിറ്റി, ക്രിസ്ത്യൻ പള്ളി കമ്മിറ്റി ഓഡിറ്റിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്യും. എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ മറുപടി? സമയപരിമിതിയാണ്. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ മറുപടി. അദ്ദേഹം പറയുന്നതിൽ ഒരു വലിയ തെറ്റ് ഞാൻ പറയാം. മറുപടിയാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങളൊക്കെ ചോദിച്ചതിന്റെ മറുപടി ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഇന്ത്യൻ കോടതിക്കും കീഴിൽ നിന്നുകൊണ്ട് അനുസരിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാണ്. അതുകൊണ്ട് ആ ദേവസ്വം ബോർഡിനെ അദ്ദേഹം കോടതിക്ക് അധികാരമില്ലെന്ന് പറഞ്ഞ തെറ്റാണ്. കോടതി എന്ന് അതിൽ പറയുന്നത് നോ സിവിൽ കോർട്ട് എന്ന് പറയാൻ മുനിസിപ്പൽ കോടതിക്കോ ജില്ലാ കോടതികൾക്കോ അധികാരമില്ലാത്തത്. ഇങ്ങനെയുള്ള എല്ലാ കേസുകൾക്കും ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും അധികാരമുണ്ട്. ഹൈക്കോടതി ഇപ്പൊ ഈ കേസോടെ കിടക്കുന്നത് കേരള ഹൈക്കോടതിയിലാണ് കിടക്കുന്നത്. വക്കം ട്രിബ്യൂണലിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഇപ്പൊ സ്യൂട്ട് ഇന്ത്യയിൽ മൊത്തത്തിൽ നിലനിൽപ്പുണ്ട്. സുപ്രീം കോടതി നിലനിൽക്കുന്നത്. സിവിൽ കോടതി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയട്ടെ, സിവിൽ കോടതി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടുത്തുള്ള സാധാരണ സിവിൽ കേസ് കൊടുക്കുന്ന മുനിസിപ്പൽ കോടതിയും ജില്ലാ കോടതിയുമാണ്. ഹൈക്കോടതിയിലേക്ക് പോകുന്നത് അങ്ങനെ എഴുതത്തില്ല. നോ സിവിൽ കോർട്ട് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി കേസ് നടക്കുമല്ലേ? ജയസൂര്യൻ മുനമ്പം കേസ് ഏത് കോടതിയിലുള്ളത്? ഹൈക്കോടതിയില. കേരള ഹൈക്കോടതി കിടക്കാണ്. ഹൈക്കോടതി വിധി അനുസരിച്ചാണ് ഒരു തീരുമാനിക്കുന്നത്. ഹൈക്കോടതിക്ക് സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. സിവിൽ കോടതി ഉദ്ദേശിക്കുന്നത് മുനിസിപ്പൽ കോടതിയോ ജില്ലാ കോടതിയോ ആണല്ലേ ഹൈക്കോടതി ആ പരിധി വരുന്നതല്ല. സമയപരിമിതി കൊണ്ട് ശ്രീകുമാർ മനയിൽ താങ്കൾക്കും അതേ അഭിപ്രായമാണല്ലോ അല്ലെ? അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ പറയാം, പെട്ടെന്ന് ഒരു 10 സെക്കൻഡിൽ പറയുമെങ്കിൽ.
അല്ല, ഞാൻ ഇതിന്റെ നിയമവശമല്ല അത് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ സാമൂഹികമായ വശമാണ്. ഈ മുനമ്പം വിഷയം കൈകാര്യം ചെയ്യുന്ന രീതിയും വഖഫ് ബില്ലിനെ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ എതിർക്കുന്ന രീതിയും ഇത് രണ്ടിനെ നിങ്ങൾ താരതമ്യപ്പെടുത്തുന്നത് തെറ്റാണ് കേരളത്തിൽ. കാരണം ഇത് മുൻപ് എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശ പ്രശ്നമാണ്. അതിൽ നിന്ന് പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിനെ രണ്ടിനെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും ഈ പറയുന്ന മാധ്യമപ്രവർത്തകരെല്ലാം ഈ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്. ശരിക്കും ഇത് രണ്ടായിട്ട് കാരണം വെച്ചാൽ ഈ മുനമ്പത്തെ ആളുകൾ വിഷയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ന്യൂനപക്ഷ അവകാശങ്ങൾ ഒരു വശത്ത്, മുനമ്പം സമരം മറ്റൊരു വശത്ത്. ഇത് രണ്ടും കൂടി ഏത് തരത്തിൽ ബാലൻസ് ചെയ്തുകൊണ്ട് പോകും ഈ പ്രതിഷേധത്തിലേക്ക് എന്നുള്ളൊരു ചോദ്യം വരുമ്പോഴാണ് കോൺഗ്രസ് എടുക്കേണ്ട നിലപാടിൽ വരുന്ന രാഷ്ട്രീയക്കുഴപ്പം. ഒപ്പം ബുധനാഴ്ച ലോക്സഭയിൽ ബില്ലെത്തുകയും ചെയ്യുന്നു. ഏത് തരത്തിലുള്ള ഒരു നിലപാടായിരിക്കും ദേശീയ തലത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുക എന്നത് ഉറ്റുനോക്കിയാണ്. സമയപരിമിതികളാണ്. വളരെ വിശദമായിട്ടുള്ളൊരു ചർച്ചയുടെ വിഷയമായതുകൊണ്ടുകൂടി വളരെ നന്ദി എല്ലാ പാനലിസ്റ്റുകൾക്കും. ഫാദർ ജോഷി മയറ്റിൽ, നിജേഷ് അരവിന്ദ്, ജയസൂര്യൻ, ബൽദേവ് സച്ചിദാനന്ദൻ, ഒപ്പം ശ്രീകുമാർ മനയിൽ. കൂടുതൽ ചോദ്യങ്ങൾക്ക് വരാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. പൂർണ്ണമാകുന്നു സ്പെഷ്യൽ ഡിബേറ്റ്.